നമസ്കാരം. ഇടതിൻ്റെ കോട്ടയാകാൻ ഒരുങ്ങി ബംഗാളിലെ ഡംഡം മണ്ഡലം. നഗര വ്യവസായത്തിന് പേരുകേട്ട നഗരമാണ് ഡംഡം. CPM അത് തിരിച്ചുപിടിക്കുവാനുള്ള അതിശക്തമായ പോരാട്ടത്തിലുമാണ്. കേന്ദ്ര കമ്മിറ്റി അംഗം സുജൻ ചക്രവർത്തിയാണ് ഡംഡമിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരിക്കുന്നത്. കുടിയേറ്റക്കാരുടെ വലിയ സാന്നിധ്യമുള്ള ഡംഡമിൽ അതിശക്തമായ ത്രികോണ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. CPM-ന് വേണ്ടി ബംഗാൾ കോൺഗ്രസും ഇടതിനൊപ്പമുണ്ട്. SFI മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന സുജൻ പാർലമെന്റ് അംഗം, നിയമസഭാ അംഗം തുടങ്ങിയ നിലയിൽ ബംഗാൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വളരെ സുപരിചിതനായ ഒരു വ്യക്തി കൂടിയാണ്. 1952 മുതൽ 1994 വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് ഡംഡമിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നത്. എന്നാൽ 1998-ൽ BJP ആയിരുന്നു ജയിച്ചത്. അതിൽ എത്രത്തോളം അട്ടിമറി നടന്നിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. BJP സംസ്ഥാന പ്രസിഡന്റായിരുന്ന തപൻ സിക്താർ ആയിരുന്നു 1999-ൽ വീണ്ടും ജയിച്ചത്. അന്ന് BJP-യുടെ പ്രചാരണ വേളകളിൽ CPM-നെതിരെ ദുഷ്പ്രചാരങ്ങൾ പരത്തി BJP സംഘപരിവാറുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും ഭിന്നിപ്പിച്ചുമൊക്കെയാണ് അന്നവർ വോട്ട് പിടിച്ചത്. 2004-ൽ CPIM തങ്ങളുടെ സീറ്റ് തിരിച്ചു പിടിച്ചെങ്കിലും 2009 മുതൽ തൃണമൂൽ ജയിച്ചപ്പോൾ അത് നഷ്ടപ്പെട്ടു. നോർത്ത് 24 പർഗനാസ് ജില്ലയുടെ ഭാഗമായ ഡംഡമിൽ വൻകിട ചണമില്ലുകളും ഫാക്ടറികളും ഒരുപാടുള്ള ഒരു സ്ഥലം കൂടിയാണ്. കേന്ദ്രത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെ ക്രൂരവും മാനുഷിക പരിഗണനയില്ലാത്തതുമായ മോശം നയങ്ങളുമൊക്കെ കാരണം പകുതിയിലധികം ഫാക്ടറികളാണ് പൂട്ടിപ്പോയത്. ഒരു പറ്റം ആളുകൾക്ക് വരുമാനത്തിന് ഏക ആശ്രയമായിരുന്ന ഫാക്ടറിയിൽ നിന്നും തൊഴിലാളികളെ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടാവുകയും അവരുടെ കുടുംബങ്ങൾ പട്ടിണിയിൽ കിടക്കേണ്ട അവസ്ഥകളുമാണ് പിന്നീടുണ്ടായത്. ഈ വിഷയം ഇടതുമുന്നണി പ്രചാരണത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഡംഡമിൽ നിശ്ചലമായ വ്യവസായ മേഖലയുടെ തിരിച്ചുവരവ് സാധാരണ ജനങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. വർഗീയത കുത്തിനിറച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് തൃണമൂലും BJP-യും ഇത്രയും കാലം അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇടത് സർക്കാർ വരുന്നതോടുകൂടി എല്ലാറ്റിനും ഒരു മാറ്റമുണ്ടാകുമെന്ന് ഡംഡമിലെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. തൃണമൂലിന്റെ മുതിർന്ന നേതാവായ സൗഗത റായ് 4ാമതും ഡംഡമിൽ മത്സരിക്കുന്നുണ്ട്. എന്തായാലും ഇത്തവണ BJP-ക്ക് പരാജയം ഉറപ്പാണ്. തൃണമൂലിനുള്ളിലെ തന്നെ ചില ചേരിതിരിഞ്ഞുള്ള വഴക്കും തർക്കങ്ങളും കാരണം അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം ഇത്തവണ പ്രചാരണ രംഗത്ത് തന്നെ ഉണ്ടായിട്ടില്ല. മറ്റൊരു സവിശേഷത, തെരഞ്ഞെടുപ്പ് രംഗത്ത് പുതുമുഖമായി സിൽബാന്ദ്ര ദത്തയാണ് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. എന്നാൽ ജനങ്ങൾ എല്ലാ അഴിമതിക്കാരെയും തിരിച്ചറിഞ്ഞുറങ്ങിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ വാഗ്ദാനങ്ങൾ BJP-യും തൃണമൂലും ജനങ്ങൾക്ക് നൽകിയാലും അത് വ്യാജമാണെന്ന് തിരിച്ചറിയാനുള്ള വിദ്യാഭ്യാസവും പക്വതയും ബംഗാൾ ജനതയ്ക്കുണ്ട്. ഇടതുണ്ടെങ്കിലേ ബംഗാളിൽ ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്ന ബോധ്യം ജനങ്ങളിൽ ഉടലെടുത്തു കഴിഞ്ഞു.